ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് ഫ്രഷപ്പൊക്കെ ആയതിനു ശേഷം ഒന്ന് അടുക്കളയിൽ കയറിയൊക്കെ കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് മീൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ ഇന്നലെ ഒരു മീൻ എടുത്ത് ബാക്കിയുള്ള ഞാൻ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലാക്കി ഫ്രീസറിൽ അങ്ങനെ വെക്കുകയും ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ എടുത്തിട്ട് ഫ്രീസറിലായതുകൊണ്ട് നമ്മൾ ഫ്രീസർ ഭയങ്കര ഐസാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എടുത്തിട്ട് അത് ഒന്ന് തണവ് മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിറക്കിയേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് അത് എന്താ വെച്ചാൽ ചെയ്യേണ്ടത് ചെയ്യാമല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ രാവിലത്തെ ഫസ്റ്റത്തെ പണി. അപ്പം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതെനിക്ക് ഹെൽത്തി ഷേക്ക് പോലെ ഷാമയൊക്കെ നൈറ്റ് അടിച്ച് വെച്ചേട്ടെ, പഴം ആപ്പിളും നട്ട്സൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പം ഇന്ന് അത് കുടിക്കേട്ടാ. കാരണം എന്താ വെച്ചാൽ ഇന്ന് കുറേ പണി ചെയ്ത് തീർക്കാനുള്ള ദിവസമാണ്. ഇന്ന് കുറേ പണി ഇന്നലെ ഞാൻ വിചാരിച്ചിട്ട് ഇന്ന പണിയൊക്കെ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ച ദിവസം. പിന്നെ പ്ലസ് നമ്മൾ സാധാരണത്തെ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളും, അപ്പോൾ അതായിട്ട് ഇനി കുറച്ച് പണിയൊക്കെയുള്ള ദിവസമായതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഒന്ന് ഫ്രഷപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹെൽത്തി ആയിക്കോട്ടെ, ഒന്ന് ഫിറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ജ്യൂസ് കുടിക്കട്ടെ. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് വയറ് നല്ല ഫില്ലായ പോലെ തോന്നും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക് കഴിച്ചാൽ മതിയല്ലോ. അപ്പം ഇനി അതൊക്കെ കുടിച്ച് ഇന്നത്തെ പണിയിലേക്ക് കിടക്കാട്ടോ രാവിലത്തെ. എനിക്ക് ഈ ഗൾഫ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സേവറായി തോന്നിയുള്ളൊരു സംഭവമായിട്ട് ഈ മോപ്പ്. ഇത് ഭയങ്കര സുഖം. നമുക്ക് നാട്ടിലത്തെ പോലെ മുക്കിപ്പിഴിഞ്ഞ് അങ്ങനെ തുടക്കേണ്ട ആവശ്യമില്ല. വൺ പ്രസ്സിൽ തന്നെ നമുക്ക് ആ ബോട്ടിൽ ലിക്വിഡാക്കി വെക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത ലിക്വിഡ് വരും. നല്ല സിമ്പിളാണ്, നല്ല യൂസർ ഫ്രണ്ട്ലിയാണ്. നമുക്ക് നല്ല സുഖമായിട്ട് തുടക്കാൻ പറ്റുന്നൊരു മോപ്പാട്ടോ. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചിരുന്നത് ഓൺലൈനിൽ മേടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കസിനൊക്കെ ചോദിച്ചിരുന്നു, ഷാമയൊക്കെ ഓൺലൈനിൽ നമ്മൾ പോവില്ലേ, നോർമലി പോലെ കെൻസ് എന്ന് പറഞ്ഞിട്ടൊരു കട, അപ്പോൾ അവിടെ നിന്ന് മേടിച്ചു തന്നെയായിട്ട് ഷാമയൊക്കെ. പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ടൈം മേടിക്കുമ്പോൾ നല്ല ഓഫറിൽ കിട്ടിയിരുന്നു ഇത്ര. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയി വന്ന് നോക്കുമ്പോൾ അത് നമ്മളെ നാശമായിരുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ഷോപ്പിൽ പോയപ്പോൾ ഇത് നമുക്ക് അത്ര യൂസർ ഫ്രണ്ട്ലി പ്രൈസിലല്ലാട്ട് കിട്ടിയത്. ഇതിന് കുറച്ച് ബഡ്ജറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് നല്ല യൂസ് ചെയ്യാൻ ഫ്രീ ആയിട്ടുള്ളൊരു മോപ്പാണല്ലോ ഇത്. നമ്മൾ സിമ്പിളായിട്ട് തുടക്കാം, നല്ല എളുപ്പത്തിൽ തുടക്കാൻ പറ്റിയ മോപ്പൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഷാമയൊക്കെ എന്തായാലും പൈസ കൂടിയാലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് തന്നെ മേടിക്കുക ചെയ്ത് കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ ഉണ്ടാകുന്നതല്ല, കഴിഞ്ഞ വർഷം കൂടി 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നീ മോപ്പ് എവിടെ നിന്നൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചത്. ഇനി തെമു പോലത്തെ അപ്ലിക്കേഷനിൽ ഉണ്ടോ എന്നൊക്കെ അറിയില്ല കേട്ടോ, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇന്നലെ കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ പോയിട്ട്. അപ്പോൾ നൈറ്റ് ആകുമ്പോൾ നല്ല മടിയാട്ടോ, അതായത് നൈറ്റ് ആകുമ്പോൾ ഇങ്ങനെ സെറ്റാക്കി വെക്കൊക്കെ മടി. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഇന്നലെ 9:30, 10 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് എന്താ ചെയ്ത് വെച്ചാൽ 2-3 ശരിക്കും എടുത്ത് വെച്ച് ബാക്കി കണ്ട കവർ കൊടുക്കണേ അങ്ങനെ കയറ്റി വെക്കുകയും ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും ഇങ്ങനെ കവർ കൊടുക്കണേ ആ ഒരു ഇതിലാണ് കയറ്റി വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചിരുന്നത് രാവിലെ എണിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അതന്നെ ചെയ്ത് ഒന്ന് നമുക്ക് കവറൊക്കെ മാറ്റിയിട്ട് ഫ്രൂട്ട്സ് അതിൻ്റെ ഇതിലും വെജിറ്റബിൾസ് അതിൻ്റെ ഇതിലൊക്കെ എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞൊക്കെ പിന്നെ മടിയോ ഞാൻ മറക്കുകയും ചെയ്യും. പിന്നെ കവർ കൊടുക്കുന്ന ചില സമയത്തേ അതിങ്ങനെ നാശമായിപ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തക്കാളി കൊണ്ട് ഞാൻ മേടിച്ചിട്ട് കവർ കൊടുക്കണം അങ്ങനെ വെച്ചിട്ടോ. പിന്നീട് നോക്കുമ്പോഴാണ് അത് അങ്ങോട്ട് ചീഞ്ഞാകതായിപ്പോയി. പക്ഷെ പഴം ഞാൻ കവറിലാക്കിയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കട്ടെ. പഴം ഇതുപോലെ തന്നെ ഇവിടെ നല്ല നേന്ത്രപ്പഴം നാടിന് കിട്ടിയപ്പോൾ മേടിച്ചാട്ടോ. അതുപോലെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വേഗം ചൂടായെന്ന് തോന്നുന്നു പഴം ഇങ്ങനെ ചീഞ്ഞതായിരുന്നു. അപ്പം പിന്നെ നമ്മളിപ്പോൾ ആവശ്യമുള്ള നാളേക്ക് യൂസ് ചെയ്യാനുള്ള പഴം മാത്രമാണ് മേലെ വെക്കുക, അതായത് പുറത്ത് വെക്കുക. ബാക്കിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത് വെക്കുക ചെയ്യാറിട്ടാ. പിന്നെ അതുപോലെ തന്നെ ഉള്ളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ എടുത്തു വെക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നലെ മേടിച്ച സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എനിക്ക് പുതിയതായിട്ട് എൻ്റെ ഒരു ഇതിൽ വന്ന കാര്യം കേട്ടോ, ഈ ബെഡ് ഇങ്ങനെ അടിപൊളിയായിട്ട് നീറ്റിൽ വിരിച്ചിടുക എന്നുള്ളത്. ഞാൻ എണീച്ച് പോയി കഴിഞ്ഞാലും ഐബു എണീറ്റതിന് ശേഷം ഐബുവിന് ഇങ്ങനെ ഫ്രഷപ്പ് ആവുന്ന സമയത്ത് ഞാൻ വേഗം വന്നിട്ട് ബെഡൊന്ന് വിരിച്ചിടും കേട്ടോ. അങ്ങനെ ചെയ്ത് അത് നമ്മൾ ഡെയിലിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അതിങ്ങനെ
വൃത്തിയിൽ ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ നല്ല രസമല്ലേ. ആദ്യമൊക്കെ ഞാൻ എണിച്ചങ്ങോട്ട് പോകുന്നല്ലാണ്ട് അങ്ങനെ ചെയ്തിരുന്നില്ല. അപ്പം ഇപ്പോൾ അതെന്തായാലും എന്നും ചെയ്യണൊരു കാര്യം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇന്ന് എന്തായാലും റൂമൊന്ന് തുടച്ച് വൃത്തിയാക്കണത്. കാരണം റൂം എന്തായാലും ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ് തുടക്കമുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ റൂമിലിരിക്കൽ കുറവാണ്. റൂമിൽ ഞാനായാലും അങ്ങനെ വന്നിരിക്കുക, അങ്ങനെ കുറേ നേരം ഐബും റൂമിൽ വന്ന് കളിക്കാറൊന്നുമില്ല. നമ്മൾ ഉച്ചയ്ക്ക് ഐബുവിനെ ഉറക്കാനും രാത്രി നമ്മൾ ഉറങ്ങാനും മാത്രം റൂമിലേക്ക് വരിക. കാരണം വെച്ചാൽ ഇവിടെ കുറച്ച് പൊട്ടണ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഐബുവിനെ നമ്മൾ അധികം ഈ റൂമിലേക്ക് പ്രവേശിപ്പിക്കാറില്ല. കാരണം അവനെ എറിഞ്ഞ് പൊട്ടിക്കും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ പൊടിയൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. നമ്മളങ്ങനെ യൂസ് ചെയ്യുന്ന സ്ഥലത്തല്ലേ നമുക്ക് പൊടി ഉണ്ടാവുള്ളൂ. നമ്മൾ ഓളിൽ നമ്മൾ ഒന്നരാടം കൂടുമ്പോൾ തുടക്കും. നമ്മൾ എപ്പോഴും അവിടെ കളിക്കുന്നതും ഐബിളുണ്ടോ അതൊക്കെ അവിടെ അല്ലേ. അപ്പം ഇന്നലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്തായാലും 3 ദിവസമായിക്കണം ഇവിടെ തുടച്ചിട്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കട്ടെ. ഇവിടെ ഉണ്ട് പഴം വാട്ടണ വെറുതെ വേണോ? വെറുതെ മതിയോ? മുറിച്ചിട്ട് ഫുള്ള് തിന്നോ? തിന്നില്ലെങ്കിൽ ആര് മമ്മ അടിക്കുവോ? തിന്നില്ലെങ്കിലാ? ഇപ്പോൾ ഗുഡ് ബോയ് ആണോ രാവിലെ തന്നെ? ഒരു ഹലോ ഗൈസ് പറഞ്ഞതിൽ നോക്കിയിട്ട് ഇതിൽ നോക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പറ. താങ്ക് യു. എന്താ വേണ്ട? അതെന്തോടെ തിന്നണ്ട്? സ്പൂൺ വേണോ? വേറെ എന്താ വേണ്ട? ഫോർക്ക് വേണോ? എന്താ നോ തിന്നട്ടെ? ഇത് ഫുള്ള് തിന്നണം, ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഫുള്ള് തിന്നണം കേട്ടോ. ഗുഡ് ബോയ് ആണ്. അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ഐബുവിന് ഞാൻ പഴം കൊടുത്തേക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ പണിയുള്ള ദിവസങ്ങളിൽ, കുറേ പണിയൊക്കെ ഉള്ള ദിവസം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഐബുവിന് കുറുക്കൊന്നും കൊടുക്കാൻ ഞാൻ മെനക്കെടുത്തിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവനക്ക് കുറുക്കൊക്കെ കൊടുക്കാതെ 3/4 മണിക്കൂറോളം പോവും. അപ്പോൾ എൻ്റെ സമയം പോവല്ലേ. അപ്പോൾ ഞാൻ അതുപോലെ പഴമൊക്കെ ആണെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തവ ഞാൻ ചീത്ത പറയുന്നതനുസരിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് തിന്നും. കുഴപ്പമില്ല, കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം എന്നുള്ളൂ, തിന്നാന്നുള്ളത്. അപ്പോൾ ഇന്നലെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഭൂരി ഞാൻ ഉണ്ടാക്കണം കേട്ടോ. രാവിലെ ഷാമിയക്കാക്കും ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷൻ മുട്ട റോസ്റ്റും ഭൂരി. നമ്മളെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഷൊർണൂർ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ കണ്ടത്. നമ്മളവിടെ ഭൂരിക്ക് സ്റ്റൂ അല്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ കറി അതുപോലെ അങ്ങനത്തെ ഒക്കെ കണ്ടല്ലോ. ഈ മുട്ട റോസ്റ്റിൻ്റെ കോമ്പിനേഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ ശേഷം പോയപ്പോഴാണ്. പക്ഷെ നല്ല ടേസ്റ്റുള്ള കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ അതാ ഞാൻ അത് തിന്നുകൊണ്ടിരിക്കും. ഇപ്പം ഇന്നും രാവിലെ കടികളൊക്കെ തിന്നാറുണ്ട് കേട്ടോ. ബ്രെഡും മാഗിയൊക്കെ മാറ്റിയേക്കണ്. അപ്പോൾ അതാ നല്ല മുരിച്ചുള്ള ഭൂരിയും മുട്ട റോസ്റ്റൊക്കെയാണ് രാവിലെ തിന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നൈബ് ഞാൻ ചെന്ന് നോക്കുമ്പോണ്ട് 2 പഴം തിന്നിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് ചീത്ത കേട്ട് ഞാൻ ഒരുവിധം അങ്ങനെ തിന്നിച്ചിട്ടുണ്ട്. പിന്നെ ഒക്കെ രാവിലെ ഇങ്ങനത്തെ കടിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല തിളച്ച ചായ വേണം കേട്ടോ. തിളച്ച ചായ മസ്റ്റാണ്. ചായ ലവറാണ് ഞാൻ. അങ്ങനെ ഒരുവിധം അവനെ പഴം ഏകദേശമൊക്കെ തീറ്റിച്ചതിന് ശേഷം ഞാൻ നേരത്തെ മീൻ ഞാൻ പറഞ്ഞില്ല പുറത്തേക്ക് വെച്ചത്, അത് വേഗം മുറിച്ച് മസാല ആക്കിയൊക്കെ വെട്ടിച്ച്. അപ്പോൾ ഇത് ഏതോ ഒരു മീൻ കേട്ടോ. ഇപ്പോൾ ഈ മീനിൻ്റെ പേര് ഞാൻ മറന്നു. അപ്പോൾ ഈ മീൻ ആദ്യമായിട്ട് മേടിക്കണം കേട്ടോ ഷാമിയൊക്കെ. പിന്നോട് പറഞ്ഞിരുന്നത് കുറച്ച് നമ്മളെ മസാല പുളിയൊക്കെ കുറച്ച് നല്ലോണം ഇട്ടിട്ട് ആക്കിക്കോ, എങ്ങനെയുണ്ടെന്ന് അറിയില്ലായിരിക്കും. അപ്പോൾ ഞാൻ മീൻ മസാല പറഞ്ഞതിൽ എപ്പോഴും നാരങ്ങ നീരട്ടാ ഒഴിക്കാറ്. ചിലർ സ്വർക്കം ഒഴിക്കുന്നു തോന്നുന്നുണ്ട്. നമ്മൾ ചിലർ കാണാം മീൻ കാർബറിനയിൽ മല്ലിപ്പൊടി ഇടുന്നു, പക്ഷെ നമ്മൾ ഇടാറില്ല കേട്ടോ. ആരൊക്കെ ഇടണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് നാരങ്ങ കുറച്ച് കൂടുതലായിട്ട് പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുളി ടേസ്റ്റ് വരുമ്പോൾ മീനിൽ പുളി ടേസ്റ്റ് വരുന്ന നല്ല ടേസ്റ്റാണ് മീൻ പൊരിക്കുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ട് ചോദിച്ചാൽ ഇത് കുറച്ച് നേരം ഞാൻ കുറച്ച് മുമ്പ് 2 മണിക്കൂർ മുമ്പ് മീനൊക്കെ കായം പരത്തി വെക്കും. എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് നല്ലപോലെ മസാല പിടിച്ച് കഴിഞ്ഞിട്ട് പൊരിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ചില സമയത്ത് ഞാൻ തലേ ദിവസം തന്നെ കായം പരത്തി വെക്കട്ടെ. അപ്പോൾ മിക്ക ദിവസം അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ടൈം കിട്ടില്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ നമ്മൾ ലേറ്റായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോയത് തന്നെ. ബിഗ് ബോസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് കണ്ടിരുന്ന സാധനങ്ങൾ മേടിക്കാൻ പോകാൻ ലേറ്റായി. അപ്പോൾ പിന്നെ വന്നിട്ട് പിന്നെ മീൻ കായം പരട്ടാനുള്ള സാധനങ്ങൾ തന്നെ എടുത്ത് വെച്ചില്ല. അപ്പോൾ പിന്നെ മീൻ കായം പരട്ടാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ള മീൻ മാത്രം എടുത്തിട്ട് വേഗം കായം പരട്ടി എടുത്ത് വെച്ച്. ഹായ് എന്നൊക്കെ എന്താ ഇവിടെ പണി? എന്താ ഇവിടെ ഒക്കെ ആകെ വലിച്ചിട്ടേക്കണത്? അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് ഐബുവിൻ്റെ 2ാമത്തെ ബർത്ത്ഡേക്ക് ഉമ്മ ഗിഫ്റ്റ് എന്നൊരു സാധനം കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. കാരണം എന്താ വെച്ചാൽ ഉമ്മ അത് പ്ലാൻ ചെയ്തിട്ട് തന്നെ ഗൾഫിൽ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനൊരു മുക്കിൽ വെച്ചിട്ട് ടോയ്സൊക്കെ അടുക്കിയിട്ട്
വെക്കുകയും ചെയ്യുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഐബൂന് കളിക്കുകയും ചെയ്യുക. പിന്നെ കണ്ടൊരു ബോളിട്ട് കളിക്കാനുള്ള ബാസ്ക്കറ്റ് ബോൾ പോലത്തെ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഐബോയുടെ ടോയ്സൊക്കെ വലിച്ചിട്ട് അതൊക്കെ അതിൽ ഒതുക്കി വെക്കാമല്ലോ, അപ്പോൾ നമുക്ക് മുക്കിലിരിക്കുകയും ചെയ്യും. ഇന്ന് ഐബോ എന്താണാവോ കുറേ നേരം എനിമൽസായിട്ട് ഇന്ന് ഭയങ്കര കളിയാട്ടാ. അവനക്കല്ലെങ്കിൽ ഈ എനിമൽസിൻ്റെ സംഭവങ്ങൾ ചെറുപ്പം മുതലേ ക്രേസുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അങ്ങനെ ഇരുന്നിട്ട് ഒറ്റയ്ക്കായിട്ട് കളിക്കാറില്ല. പക്ഷെ ഇന്നെന്താണ് നല്ല കുട്ടിയായിട്ട് ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കളിയിലാണ്. അപ്പോൾ ഇന്നലെ ഷാമിയൊക്കെ ഇട്ട് പൊതുവേ തുണികളിങ്ങനെ മേലെ കൊണ്ടുപോയി വിരിച്ചിടുക, ഉണക്കാടുക, ഉണക്കിയ സാധനങ്ങൾ കൊടുന്ന് വെക്കുക. ഞാനത് മടക്കി വെക്കും. അങ്ങനെയാണ് ഞങ്ങളെ എന്നും ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നലെ ഇതുപോലെ ഷാമിയൊക്കെ രാത്രിയായിട്ട് തുണികളൊക്കെ എടുത്തു കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് മടക്കാൻ ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഓരോ പണിയായിട്ട് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ ഇത് മടക്കിയൊക്കെ വിചാരിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ കുറേ പണികളുണ്ടായിട്ടൊക്കെ ഇന്ന് തീരെ ബേർഡനായിട്ട് തോന്നിയില്ല കേട്ടോ. അതായത് എനിക്ക് സാധാരണ ഇങ്ങനെ കുറേ പണിയുള്ള ദിവസമൊക്കെ ഭയങ്കര ദേഷ്യം വരും. ഓരോക്കെ തീർന്നാൽ മതി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീല് വരാറുണ്ട്. പക്ഷെ ഇന്നെന്താണാവോ നല്ല സുഖം. എന്താ മെയിൻ കാരണം എന്താ വെച്ചാൽ ഐബു ഒന്ന് നല്ല കുട്ടിയായിരുന്നു. രാവിലെ നല്ലപോലെ ഭക്ഷണം കഴിച്ച് പിന്നെ അവൻ്റേതായ കളി മൂടായിട്ട് ഇന്നിട്ടിങ്ങനെ ട്രിഗർ ചെയ്യില്ലെങ്കിൽ അത് വലിച്ചിട്ട് ഇത് വലിച്ചിട്ട് ഇന്നിങ്ങനെ ഭയങ്കരമായിട്ട് പ്രാന്താക്കി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഷാമിയാക്കോട് പറയായിരുന്നു, അവൻ്റെ മൂടനുസരിച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസം പോകണമെന്നുള്ളത് ഇന്നൊക്കെ മനസ്സിലായി എന്നുള്ളത്. സാധാരണ അല്ലെങ്കിൽ രാവിലെ തന്നെ അവൻ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ആകുമ്പോൾ ഭയങ്കര അവനായിട്ട് ചൂടായിട്ടൊക്കെ തലവേദനയും ഭയങ്കര പ്രഷറും പിന്നെ കുറേ പണിയൊക്കെ ഉണ്ടായി. അതിൻ്റെ പ്രഷർ ആ പണിയിലും മൊത്തത്തിലേക്ക് മൂഡ് തീരെ ഉണ്ടാവാറില്ല. പക്ഷെ ഇന്ന് എത്രയോ പണി ഉണ്ടായിട്ടും ഇക്കത് പണി പോലെ അങ്ങനെ ബേർഡനായി തോന്നിയില്ല. നല്ലപോലെ ഞാൻ ആസ്വദിച്ചില്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്ത് എല്ലാ പണിയും ചെയ്തെടുത്ത് എന്നുള്ളൊരു ഇതായിരുന്നു. അതായത് അവൻ നല്ല കുട്ടിയായിരുന്നു. അപ്പോൾ എത്ര ഉമ്മമാർക്ക് ഇത് ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. എൻ്റെ ഒരു മൂഡ് ഇവനനുസരിച്ചായിട്ട് ഇരിക്കുക. പൊത്തത്തിൽ ഇവൻ നല്ല മൂഡായിരിക്കും, നല്ല മൂഡ്. ഇവൻ ഭക്ഷണം കഴിച്ചില്ല, ഇവ ഇങ്ങനെ ഉറങ്ങിയില്ല, ഇവ ഇങ്ങനെ വലിച്ചിട്ട് കച്ചറ കുട്ടിങ്ങനെ കഴിച്ചിലൊക്കെ ആണെങ്കിൽ ഇന്ന് അന്നത്തെ എൻ്റെ ദിവസത്തെ മൂടേ പോക്കുക. ക്ഷമയൊക്കെ എൻ്റെ അടുത്തേക്ക് വരും മൂടേ പോക്കാന്ന് പറയും. അപ്പോൾ എത്ര ഉമ്മമാർ ഇങ്ങനെ ഉണ്ട് എന്നുള്ള നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അടിയിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ആ തുണികളൊക്കെ മടക്കി വെച്ച് ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ട് അതൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ അതാത് സ്ഥാനത്ത് കൊണ്ടുപോയിട്ട്. ഇരിക്കട്ടാ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഊപ്പിരാൾ നല്ല എനിമൽസായിട്ട് ഭയങ്കര കുറേ ആയിട്ട് എനിമൽസായിട്ട് കളിക്കാമല്ലോ. നാട്ടിൽ നിന്ന് ഇതുപോലെ എനിമൽസ് ഭയങ്കര ഇഷ്ടം കളിക്കും. പക്ഷേ ഇവിടെ വന്നു വെച്ചാൽ അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ കളിക്കലുണ്ടായിരുന്നില്ല. എന്താണ് നല്ല കുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ തുണികളൊക്കെ മടക്കി വെച്ചാൽ അതൊക്കെ അതായത് പ്ലേസിൽ കൊണ്ട് വെച്ചിട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിൽ കയറിയേക്കാം. പിന്നെ ഞാൻ വിചാരിച്ച് വെണ്ടക്കുപ്പേരി വെക്കാമെന്ന്. വെണ്ടക്കുപ്പേരിയും പിന്നെ മോരും ആക്കാം, മീനും പൊരിക്കുക എന്നുള്ള പ്ലാനിലാട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇന്നിപ്പോൾ എന്തുണ്ടാക്കണം, ഇന്ന് ഉച്ചക്കൊക്കെ എന്തുണ്ടാക്കണം, രാവിലെയൊക്കെ എന്തുണ്ടാക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് അങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കും നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ ഉമ്മമാർ അതായത് അവരെല്ലാ ദിവസവും ഇതുപോലെ എന്ത് മൈൻഡ് സെറ്റിലേക്ക് എടുക്കുക എന്നുള്ളത് നമ്മളവരെ സ്ഥാനത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ ആ ഒരു ഇത് വരുന്നത്. മറ്റേത് നമ്മൾ രാവിലെ എണീക്കുക, കൈ കഴുകുക, പിന്നെ വീട്ടിലാണ് കൈ കഴുകുക, പോയി ഫുഡ് തിന്നുക, ഒന്നും ആലോചിക്കില്ല. ഇന്ന് പുട്ടാ ഓക്കെ, അത് പുട്ടിക്ക് വേണ്ട, നമുക്കിഷ്ടമില്ലാത്ത പറയുക, തിന്നുക, പോരുക. ഇപ്പോൾ ഷൊർണൂരാണെങ്കിൽ ഉമ്മ പറയും ഇന്ന സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ എഫേർട്ട് എടുത്തത്. അതുപോലെ അതായത് രാത്രി ആലോചിക്കും നാളെ ഇപ്പോൾ എന്തുണ്ടാക്കണ്ടേ, നാളെ രാവിലേക്ക് എന്തുണ്ടാക്കണ്ടേ. എന്നിട്ട് ഇത് ഇപ്പോൾ ഷാമിയൊക്കെ ചില സമയത്ത് യുദ്ധ ഉണ്ടാക്കിയെന്നൊക്കെ കുറേ നമുക്കുണ്ടാവുമല്ലോ, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെന്നുള്ള. പക്ഷേ നമ്മൾ ഉമ്മമാരോട് ഇതുപോലെ നമുക്ക് വേണ്ട, ഇക്കത് ഇഷ്ടമില്ല, ഇതുണ്ടാക്കിയെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവർ നമ്മളോട് ഇത് പറയും. നമ്മൾ ആ സ്ഥാനത്ത് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നുള്ളത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് ശരിക്കും അങ്ങനെയാണ്. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ആ ലെവലിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ, നമ്മൾ ആ സ്ഥാനത്ത് എത്തുമ്പോൾ. ഇപ്പം ആ ലെവലിൽ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ വേറൊരു മോഡൽ ഉണ്ടാക്കട്ടെ. അതായത് ആദ്യം ഞാൻ എണ്ണയിൽ വെണ്ടക്ക മാത്രം ഇട്ടിട്ട് ഒന്നിങ്ങനെ നല്ലപോലെ മുരിപ്പിച്ചെടുക്കും. നല്ല ഏകദേശം ഒന്ന് വാട്ടിയെടുക്കും. എന്നിട്ടാണ് പിന്നെ ഞാൻ എന്താ ചെയ്യുക, നമ്മളെ സാധാ പോലെ ഉപ്പേരി ഉണ്ടാക്കണ പോലെ നമ്മൾ എണ്ണിട്ട്
കടുക് പൊട്ടിച്ച് ഉള്ളി ഇട്ടിട്ട് വീണ്ടും വെണ്ടക്ക. അപ്പോൾ എന്താ വെച്ചാൽ നല്ല മുരിഞ്ഞ വെണ്ടക്കുപ്പേരി കിട്ടട്ടാ. ഷാമിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് അമ്മി പറയില്ല, അതായത് എൻ്റെ മൂപ്പിയോളം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറ് ഷാമിയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിട്ട് സാധാരണ ഞാൻ ആദ്യം ഒന്നും ഇങ്ങനെയല്ല ഉണ്ടാക്കിയിരുന്നിട്ടാ. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കും. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. വെണ്ടക്കുപ്പേരി നല്ല മുരിഞ്ഞ് നല്ല സെറ്റായിട്ട് ഇട്ടും. അപ്പോൾ നിങ്ങളൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഇപ്പം ഞാൻ ഇപ്പോഴത്തെ അടുപ്പിൽ എന്താ വെച്ചേക്കണമെന്ന് അറിയോ, അതായത് ഇന്ന് രാത്രി ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഉമ്മ പറഞ്ഞാട്ടോ, അതായത് തലേ ദിവസം ഒന്നെങ്കിൽ നമ്മൾ റൈസ് ഉണ്ടാക്കി വെക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഞാൻ രാത്രി ഉണ്ടാക്കണം. ഇപ്പോൾ തലേദിവസത്തിന് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഇപ്പോൾ ഇന്ന് രാവിലെ ഉമ്മ പറഞ്ഞപ്പോൾ തലേദിവസം ആക്കിയില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഉച്ചയ്ക്ക് ഇപ്പം തന്നെ റൈസ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ചൂടാറി ചേച്ചി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകില്ല, അത്ര നല്ല സെറ്റായി കിട്ടുന്നത്. അതായത് നമ്മൾ ഹോട്ടലിലൊക്കെ തലേദിവസം അത്ര ഉണ്ടാക്കിയൊക്കെ ഫ്രൈഡ് റൈസ് അതൊക്കെ അറിയേണ്ടിയിരുന്നില്ല. അപ്പം ഉമ്മ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ അടുക്കളയിൽ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഒരടുപ്പത്ത് അതും കൂടി ആയിക്കഴിഞ്ഞാൽ സെറ്റാവില്ല, കണ്ട. അപ്പോൾ ഞാനിതാ അതുപോലെ വെണ്ടക്ക ഇതാക്കിയ ശേഷം ഉള്ളിയൊക്കെ ഇട്ടിട്ട് കഴിച്ചും വെണ്ടക്ക വീണ്ടും ഉള്ളിലിട്ട് ഇനിയിപ്പോൾ സാധാ പോലെ കുറച്ച് ഉപ്പിടും. അതുപോലെ തന്നെ ഞാൻ മുളക് പൊടി ഇടും, കാരണം പച്ചമുളക് ഞാൻ ഒന്നിടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ടിട്ട് ആ ഒരു ടേസ്റ്റ് ഇഷ്ടം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കുറച്ചൊരു കളർ മാറുന്നവരെ ആക്കിയേക്ക്. ആദ്യം വെണ്ടക്ക ഉപ്പേരിയോടേക്ക് താല്പര്യമില്ലാത്ത ആളായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഷാമിയാക്കൊക്കെ ഇങ്ങനെ ഉപ്പേരി നിർബന്ധമാണ്. അപ്പം ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയ ശേഷം ഇപ്പോൾ വെണ്ടക്ക ഉപ്പേരിയൊക്കെ ഇഷ്ടമാട്ടോ. എനിക്ക് ബീൻസ് വലിയ ഇഷ്ടമല്ല, ഷാമിയാക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഉപ്പേരി അത് മാത്രമൊക്കെ വലിയ ഇഷ്ടം. ബാക്കി വെണ്ടക്ക ഷാമിയാക്കാരുടെ ഇഷ്ടമുള്ള ക്യാരറ്റ് ബീട്രൂട്ട് അതൊക്കെ ഇഷ്ടമാണ്. ബീൻസ് എന്താ, ബീൻസ് മുറിക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, എനിക്ക് തീരെ ബീൻസിന് മണം പറ്റില്ല കേട്ടോ. എത്ര ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത മണം ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടാ. പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കള നോക്കി ഇനി നമുക്ക് സെറ്റ് എന്ന് പറയുമ്പോഴത്തേന് ഫുൾ ക്ലീൻ ആയിട്ട് കാണാം കേട്ടോ. എന്ത് രസത്തിലല്ല ആദ്യത്തെ ഷോട്ട് നല്ല വൃത്തിയേടായിട്ട്, പിന്നത്തെ ഷോട്ട് നല്ല നീറ്റായിട്ടും കണ്ടു. പക്ഷെ അതൊന്ന് ആക്കിയെടുക്കാൻ പറ്റിയ പാടുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ ഇന്ന് കുറേ പണികളോട് പറഞ്ഞ പോലെ ഞാൻ അല്ലെങ്കിൽ കുറച്ചൊക്കെ ചപ്പപ്പം ക്ലീൻ ആക്കി എടുക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചുകൂടെ ഒക്കെ പിന്നെ തുണി മടക്കാൻ പോകുക, അതെടുത്തേക്കാം, അങ്ങനെയൊക്കെ ഇതായിട്ട് നിൽക്കുമ്പോഴേ തീരെ അപ്പം ക്ലീൻ ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫുഡ് ഉണ്ടാക്കലോ ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അടുക്കള ഒരു മറ്റേ പൂരപ്പറമ്പ് പോലെ അവിടുന്ന് ഈ സ്ലാബ് മുതൽ ആ സ്ലാബ് വരെ നിരന്ന് കിടക്കുക. ഞാൻ വിചാരിച്ചു പഠിച്ചോനെ ഇത് എങ്ങനെ ഒന്ന് വൃത്തിയാക്കി കിട്ടാതെ എൻ്റെ മൈൻഡ് സെറ്റിൽ ആദ്യം വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് പറ്റും, കുറച്ച് നേരം പിടിച്ചാലും. പക്ഷെ നമുക്ക് ആ ക്ലീൻ ആക്കിയിട്ട് ആ ഒരു സ്ലാബൊക്കെ നല്ല വൃത്തിയിലൊക്കെ എടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവൽ. പക്ഷേ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുള്ളത് ഏറ്റവും രസം. പക്ഷെ എന്നോട് ഷാമിയാക്കി ഉമ്മൊക്കെ എപ്പോഴും പറയും, ഉമ്മൊക്കെ എപ്പോഴും ചെയ്യണ കാര്യം ഉണ്ടാക്കുമ്പോൾ അപ്പം ഉമ്മ വൃത്തിയാക്കൂട്ടോ, അപ്പം കഴുകി എടുത്തേക്കും. ശിക്ക തീരില്ലാത്തൊരു ഹാബിറ്റാണ്. ഞാൻ ചില സമയത്ത് ഇതുപോലെ ഇങ്ങനെ വെക്കും, പക്ഷെ ലാസ്റ്റ് ഒക്കെ കഴിയുമ്പോഴത്തേന് കുറേ ആയിട്ട് ഭയങ്കര ബേർഡനായി തോന്നും. പക്ഷെ അപ്പം കഴുകി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ബേർഡനായി തോന്നും. അതൊരു ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഇളക്കിയതാകുമ്പോഴത്തേ നമുക്കത് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മതി. അതിന് മുന്നേ എപ്പോഴും ചെയ്യണം വിചാരിക്കും. കുട്ടിക്ക് ഡ്രസ്സില്ലേ, ഡ്രസ്സിലാവുന്നില്ല, കുട്ടിക്ക് ഡ്രസ്സിലാവുന്നില്ലേ, പമ്പേഴ്സ് മാത്രം. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ദായിബുവിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനും ഷാമിയൊക്കെ കഴിച്ച് എന്നിട്ട് അവനക്ക് കൊടുക്കണത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ഇന്ന് എന്താണോ നല്ല കുട്ടിയായിട്ട് രാവിലെയും കുഴപ്പമില്ലാണ്ട് കഴിച്ച്, ഉച്ചയ്ക്ക് ഇപ്പോൾ കഞ്ഞൊക്കെ കുഴപ്പമില്ലാണ്ട് കഴിക്കണേ. ഫസ്റ്റ് വന്നിട്ട് ഒരു 2-3 ആഴ്ച തീരെ ഒന്നും കഴിച്ചെന്നില്ല. ഞാനിട്ട് ഇങ്ങനെ ഇടങ്ങറ് എന്നൊക്കെ തലവേദന ചീത്ത പറയലായിരുന്നു. കഞ്ഞൊന്നും കുടിക്കില്ല ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ 2 ദിവസമായിട്ട് കുഴപ്പമില്ലാണ്ട് കഞ്ഞി കുടിക്കണം. ശിവൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് ഞാൻ നിൽക്കും. പക്ഷെ ആദ്യത്തെ ഞാൻ പെട്ട അവസ്ഥയായിരുന്നു. ഇപ്പോൾ കഞ്ഞൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കും. ഹലോ എല്ലാം കഴിഞ്ഞിതിപ്പോൾ ദൈബൂന് ഉറക്കിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന്
റിലാക്സ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഇന്നിങ്ങനെ ഫുള്ള് പണിയായതുകൊണ്ട് തീരെ അങ്ങനെ ഇരുന്നിട്ട് പോലില്ല. അപ്പം ഇങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഐബുനെ ഉറക്കി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കാലുവേദന പോലെ തോന്നിയിരുന്നു. ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സോഫയിലാന്ന് കിടക്കുമ്പോഴില്ല സ്വർഗം കണ്ട ഫീൽ ചെയ്തിട്ടാ നല്ലൊരു ആശ്വാസം തോന്നിയായിരുന്നു. ഞാൻ ചമക്കർ പറയാം നല്ല ആശ്വാസം തോന്നിയായിരുന്നു പറഞ്ഞിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചോക്ലേറ്റൊക്കെ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടൊന്ന് മുട്ടായൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് കിടക്കട്ടെ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ കിടന്നിട്ട് കുറച്ച് നേരം ഒന്ന് നല്ല സുഖമുണ്ടെന്നൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ ഒരു സുഖം. പിന്നെ ഇതാ ഞാനിപ്പോൾ പറയാറില്ല മുട്ടായി ഇങ്ങനെ അങ്ങനെ മേടിക്കാറില്ല. അന്ന് വന്ന മാസത്തിൽ മേടിച്ച ചോക്ലേറ്റ് തന്നെ ഞാൻ ഓരോന്നോരോ നൈബ് ഉറങ്ങിയ സമയത്ത് മെല്ലെ മെല്ലെ തിന്നിട്ട് അങ്ങനെ ഇരിക്കുക ചെയ്യാറിട്ടാ അവനെ കാണിക്കണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഷാമയൊക്കെ ഞാനും കൂടിയിട്ട് ഇന്നലെ മുതലൊരു സീരീസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞെല്ലാം വന്നപ്പോൾ ഇത് പ്രാവശ്യം സീരീസൊക്കെ, പക്ഷേ ഇപ്രാവശ്യം വന്നതിന് ശേഷം സീരീസൊന്നും കാണാൻ ടൈമൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ സീരീസ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് പക്ഷെ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പൈബ് ഉറങ്ങി എന്തായാലും ഒരു മണിക്കൂർ അടുപ്പിച്ച് ഉറങ്ങും, പിന്നെ അങ്ങനെ എണീച്ച് പിന്നെ ഉറങ്ങുക ചെയ്യുക. അപ്പോൾ ആ സമയം കുറച്ച് നേരം സീരീസ്. അപ്പോൾ ഷാമിയൊക്കെ പൊതുവേ ക്രൈം ത്രില്ലർ സീരീസ് കാണാൻ ഇഷ്ടം. പൈബുള്ളപ്പോൾ നമ്മളങ്ങനെ കാണുന്നത്, കാരണം അവൻ അല്ലെങ്കിലേ കുറച്ച് വയലൻസ് പോല ചാട്ടം പിടി തോക്കൊണ്ടിടി വെക്കില്ല. അപ്പോൾ അവൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവനക്ക് കുറച്ച് ഇതാവില്ല കുട്ടികൾക്ക്. അപ്പോൾ അവനുള്ളപ്പോൾ അങ്ങനെ കാണാതിരിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളൊരു മണ്ടാല മേഡേഴ്സ് അങ്ങനെ എന്തോ ഒരു സീരീസ് കാണും. അപ്പോൾ ജാമ്യൊക്കെ ഞാൻ മുട്ടാതിന് ഇങ്ങനെ ഷോട്ട് എടുത്തായിട്ട് എന്നെ കളിയാക്കിയിട്ട് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയിട്ട് എടുത്തേക്കണമൊക്കെ. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരം ഒന്ന് ഇനിയിപ്പോൾ ഉച്ച മുതൽ ഒരു 2-3 മണിക്കൂർ ഐബ് എണിച്ച് പിന്നെ അത് ഐബിനെ കുറിച്ചൊരു ഫ്രീ ആവട്ടെ കുറച്ച് നേരമൊക്കെ സുഖമായിട്ട് അങ്ങനെ സീരീസൊക്കെ കണ്ടിരിക്കട്ടെ. നോ 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 വീഴും 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 ഐബു വീട് പപ്പ ഒന്ന് ചെയ്തു പറ. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഐബ്സാ ഇങ്ങോട്ട് വാടാ. അപ്പോൾ വൈകിട്ട് ഇങ്ങനെ ഷായിബു നേരത്തെ ഉറങ്ങി എണീക്കുന്ന ദിവസമാണെങ്കിൽ ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോട്ടാ. നമ്മളെ കോമ്പൗണ്ടിൽ തന്നെ കുറച്ച് നേരം ഐബു ഇങ്ങനെ കളിക്കും. ഞാൻ അതുപോലെ എന്തെങ്കിലും ജ്യൂസാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് അത് കുടിപ്പിക്കും. ബൂസ്റ്റ് ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുടിപ്പിക്കുക ചെയ്യാറിട്ടാ. പക്ഷെ മണ്ണൊക്കെ ഉണ്ടാവും, എന്നെ കണ്ടാൽ മണ്ണിൽ കിടന്ന് ഉരുളേ ചെയ്യും. പിന്നെ മണ്ണ് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു അരമണിക്കൂറൊക്കെ കളിപ്പിക്കൂടെ, ഒരു രസമല്ല ഇങ്ങനെ റൂമിലിരുന്ന് ഇങ്ങനെ അടച്ച് ചടക്കണ്ടേ. അപ്പോൾ ഇതുപോലെ വെളിച്ചൊക്കെയുള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല. 6 മണിക്കൊക്കെ ശേഷം ചിക്ക് മടിയാ, ഒരു സുഖം ഉണ്ടാവില്ല. പിന്നാണെങ്കിൽ നല്ല കാറ്റുള്ള ദിവസമായിരുന്നു കേട്ടോ. നല്ല കാറ്റ്, നല്ല സുഖം ഉണ്ടായിരുന്നു പുറത്തിരിക്കാൻ വേണ്ടി. അപ്പോൾ ഷാമയൊക്കെയും ഞാനും അതിപ്പൊക്കെ കൂടിയിട്ട് പുറത്ത് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അവനും കുറച്ച് നേരം ഓടി കളിച്ച്, കുട്ടികളല്ലേ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. ഐബൂസിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐബോ ഇതാ ക്യൂട്ടായിരുന്നു അല്ലേ. ആ മതി ഐബു ഇങ്ങോട്ട് വാ. ഐബു നോ 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 ഏയ് ഐബു പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടിട്ടുണ്ടാവില്ലേ മയില് പങ്കെടുത്തപ്പോൾ ഞാൻ എല്ലാവരും കയറ്റാൻ പോകുന്ന നോക്കട്ടെ. പക്ഷെ നോക്ക് മണ്ണിലൊക്കെ ചെളിയിൽ പുഴുണ്ടൊക്കെ എത്ര പറഞ്ഞിട്ടും കയറ്റാൻ കൂട്ടാക്കേണ്ടിയിരുന്നില്ല. പിന്നെ ഒരു വിധേയിൽ ക്ഷമ കയറിപ്പോയി. ഒരു വിധേയനെ അങ്ങനെ കയറ്റി കുളിപ്പിച്ചൊക്കെ ഫ്രഷായി. ഇപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ചിക്കൻ ചില്ലി ഉണ്ടാക്കാനുള്ള പ്ലാന്റ് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഞാനെന്താ വെച്ചാൽ ആദ്യമൊന്നും എല്ലാതും വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടിനും ഉണ്ടാക്കാൻ അധികം പണിയില്ലല്ലോ. അപ്പോൾ പിന്നെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പണിയില്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട്. അപ്പോൾ ഏറ്റവും വിറ്റതില്ല ഫ്രൈഡ് റൈസ് ആയാലും ചിക്കൻ ചില്ലി ആയാലും ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം, രണ്ടും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ബിരിയാണി ഐറ്റംസൊക്കെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനം. പക്ഷെ എന്താണ് ഫ്രൈഡ് റൈസ് പറയുമ്പോൾ എളുപ്പമുള്ള സാധനമല്ലേ, എളുപ്പമുള്ള സാധനമായിട്ട് ഇതുവരെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ എന്തായാലും ഞാനങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാനങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഉമ്മാട് ചോദിച്ചു. അപ്പോൾ എന്തുണ്ടാക്കുമ്പോൾ ഞാൻ പിന്നെ യൂട്യൂബിനായിട്ട് എൻ്റെ ഉമ്മാട് ചോദിക്കുക കേട്ടോ. അതൊക്കെ പണ്ട് മുതൽ ശരി ഉമ്മാട് ചോദിച്ച് ഉമ്മ വോയിസ് അയച്ച് അതിൽ നോക്കി പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ. യൂട്യൂബ് നോക്കിയൊക്കെ പണ്ട് മുതൽ അങ്ങനെ ഉമ്മാട് ചോദിച്ചിട്ടായതുകൊണ്ട് ഉമ്മ നല്ലോണം കുക്ക് ചെയ്യൂല. അപ്പോൾ പിന്നെ ഉമ്മാട് ചോദിച്ച് ഉണ്ടാക്കുമ്പോൾ ഒക്കെ എന്തോ ഒരു സംതൃപ്തിയാണ്. എനിക്ക് യൂട്യൂബ് നോക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടില്ല. എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്നൊക്കെ അറിയില്ല. അപ്പോൾ ഞാനൊക്കെ സെറ്റാകും. ഷാമയൊക്കെ ചില്ലി ചിക്കൻ റൂമിലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നാൽ ഷാമയൊക്കെ ഉണ്ടാക്കിക്കോ ഒരു പേയ്യനെ ഉണ്ടാക്കിക്കോ എനിക്ക് എളുപ്പം. പിന്നെ ഞാൻ എന്തിനാന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ ഇരിക്കേണ്ടായിരുന്നു. അതാ നമ്മൾ രണ്ടീക്കും വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ അങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ഇതുപോലെ കായം പുരട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആക്കിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട്.
അപ്പം എൻ്റെ ന്യൂ പാത്രം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ല, ട്രെൻഡുകളിൽ നിന്ന് മേടിച്ച് നല്ല പാത്രം കേട്ടോ. നല്ല അടിയിൽ പിടിക്കില്ല, സ്മൂത്തായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചില്ലി ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇത്രയും സിമ്പിളായിരുന്നു ചില്ലി ചിക്കൻ. എളുപ്പത്തിൽ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പ് ആക്കി, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫ്രൈഡ് റൈസിക്ക് കുറച്ച് ചാറ് പോലത്തെ വേണമല്ലോ വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാട്ടെ, ഞാൻ അങ്ങനെ ആക്കി. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഫ്രൈഡ് റൈസൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു ഫാക്ടറി മിസ്സിങ് ആയിരുന്നു. അരിയുടെ പ്രശ്നമാണ് തോന്നുന്നുണ്ട്. കാരണം അരി എന്തോ ഒരു ബാക്കി ഫ്ലേവറൊന്നും കുഴപ്പമില്ല, പക്ഷെ അരിയുടെ ഭാഗത്ത് എന്തോ ഒരു ചൊയ പോലുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ അരി നാട്ടിലത്തെ അരിയുടെ വ്യത്യാസം കൊണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ സീരീസൊക്കെ ബാക്കി വെച്ചിട്ട് ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ ചില്ലി ചിക്കൻ വേറെ ലെവലിക്കും ഷാമയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഞങ്ങൾ പറഞ്ഞ് ചപ്പാത്തിക്കൊക്കെ കൂട്ടാന്നൊക്കെ കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നൊക്കെ രാവിലെ മുതൽ നല്ല പണിയുള്ളതുകൊണ്ടാണ് ഷാമയ്ക്ക് പറഞ്ഞ് ഇന്ന് രാത്രിക്കത്തെ പാത്രമൊക്കെ ഞാൻ കഴുകി തരാം, രാവിലെ മുതൽ കുറേ പണിയെടുത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പിയാൾ കഴുകിയിട്ടാ. ഇപ്രാവശ്യം വന്നതിന് ശേഷം അങ്ങനെ ഷാമയൊക്കെ പാത്രമൊന്നും കഴുകിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ കഴുകാറൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഷാമയൊക്കെ കഴുകി തരാനപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ കഴുകിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുകയും ചെയ്ത്. നമുക്ക് കിട്ടിയ ചാൻസ് അല്ലേ. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞതാ ഐബും ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ പോയിട്ട് ഇനി ഡ്രസ്സൊക്കെ മാറ്റി ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് കുറേ പണി, 3 കോഴ്സ് മീൽ ഞാൻ ഉണ്ടാക്കി, കുറേ പണിയൊക്കെ എന്നിട്ടും വേറെ പണിയൊക്കെ ഉണ്ടായിട്ടും ഇന്നൊക്കെ ഭയങ്കര സ്ട്രെസ്സോ കുറേ പണിയെടുത്ത് അങ്ങനത്തെ ഒരു ഫീൽ തോന്നുന്നില്ല. നൈബ് നല്ല ഓക്കെ ആയിരുന്നു. എന്തുകൊണ്ട് അപ്പോൾ ഇവൻ്റെ മൂഡ് അനുസരിച്ചിട്ടാണ് ഇരിക്കണത്. അപ്പോൾ അതാ പപ്പാടെ മോൻ്റെ ഉറങ്ങനായിട്ടും ഇവിടെ സ്നേഹപ്രകടനമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഇനി അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ, സീ യു.